നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനായിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. നമുക്കെല്ലാവർക്കും ഈ റിലേഷൻഷിപ്പ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫണ്ടമെന്റലായിട്ട് പറയുന്ന 5 പില്ലേഴ്സിൽ ഒന്നാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിലുണ്ടാവുന്ന മിക്ക വിഷയങ്ങളും, അത് ബന്ധങ്ങൾ എങ്ങനെയുള്ള ബന്ധങ്ങളാണ്, ഭാര്യ ഭർത്താവ് ദാമ്പത്യ ബന്ധങ്ങളാവും, അച്ഛനമ്മയും കുട്ടികൾ മക്കളുമായിട്ടുള്ള ബന്ധമാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാവാം, കൊലീഗ്സുമായിട്ടുള്ള ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ സമൂഹത്തെ പലരുമായിട്ട് എക്സ്പെഷ്യലും ആൾക്കാരുടെ ബന്ധങ്ങളാവും, എന്ത് ബന്ധങ്ങളായി കഴിഞ്ഞാലും അതിലൊരു എപ്പോഴും നമുക്ക് പല പല വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ള സത്യമാണ് അല്ലേ. അത് വീട്ടിലായാലും നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, മറ്റുള്ളവർക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, പക്ഷെ മറ്റുള്ള പ്രാധാന്യം കൊടുക്കുന്നവരും ഉണ്ട് താനും. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ വിഷയം സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ചെറിയ ഷോർട്ടായിട്ടൊരു അടുത്ത കാലത്ത് വന്നൊരു അനുഭവം പറയാം. മറ്റൊരു ആള് അവര് ദാമ്പത്യത്തിലുള്ള വിഷയമാണ്. ദാമ്പത്യത്തിലുള്ള വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞു. 61ാമത്തെ വയസ്സാണ്. ഭർത്താവിന് 66 വയസ്സായി. അപ്പൊ ഇവർ തമ്മിൽ പരസ്പരം ഇപ്പോൾ ഡൈവേഴ്സ് ആണ്, വേറെ ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടുപേരും വന്നു, കൗൺസിലിംഗ് ഇരുന്നു, സംസാരിച്ചു, ഡൈവേഴ്സ് ആണ്. അപ്പൊ ചോദിച്ചാൽ എന്താ റീസൺ, കാരണം എന്താ? അപ്പൊ പറഞ്ഞു 34ാമത്തെ വയസ്സിൽ ഈ ആൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ജസ്റ്റ് ടെമ്പററി ആയിട്ട് റിലേഷൻ. അത് ഇവർക്ക് മറക്കാൻ പറ്റുന്നില്ല, പുറക്കാൻ പറ്റില്ല. അതൊക്കെ അന്ന് തന്നെ കഴിഞ്ഞു പോയി, ഒന്നും ഒരു ഇതുമില്ല, കഴിഞ്ഞു പോയി. അപ്പൊ ഇത് മറക്കാനും പുറക്കാനും പറ്റുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഷോർട്ടായി പറയാം. ഈ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മുഴുവൻ മിക്ക വിഷയങ്ങളും പാസ്റ്റ് ലൈഫിൽ, അതായത് മുമ്പ് നമ്മൾക്ക് സംഭവിച്ച കാര്യത്തിൽ, ഞാൻ പറയാം പാസ്റ്റ് മുൻ ജന്മത്തെ പറ്റിയല്ല, കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നടന്ന സംഭവത്തെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടോ അടി ആക്കിയ റീസൺ ചിലപ്പോൾ ഒരു മുട്ടസൂചിയുടെ റീസൺ മാത്രമായിരിക്കും. പക്ഷെ അടി തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പഴയ മുഴുവൻ വലിച്ചിടാറില്ലേ? ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വിഷയം. അപ്പോ നമുക്ക് ഈ സാധനത്തെ ഒന്ന് എടുത്തു കളയണം. പഴയകാല ഓർമ്മകളെ എപ്പോഴും എടുത്തു കളയാനുള്ള, ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്യപ്പെടണം, അത് വെക്കരുത്. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഹബ്ബ് ഇതിനു വേണ്ടിയായിട്ട് ഒരു പ്രത്യേക കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഫാസ്റ്റ് ഹീലിംഗ് മെഡിറ്റേഷൻ നടത്തുന്നുണ്ട്. ആ മെഡിറ്റേഷൻ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷനോട് ഇത് മുഴുവൻ റിക്കവറി ആയിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമുക്കതിനെ ഒന്നൊന്നായി ഹീൽ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷനിൽ തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഹീൽ ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളതൊന്നും ഒന്നുകൂടി ക്ലെൻസ് ചെയ്തെടുക്കാനാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. പക്ഷെ മിക്കതും ഒരു 90% വിഷയങ്ങൾ ആ ഒറ്റ മെഡിറ്റേഷനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി പോകാൻ പറ്റും. അപ്പൊ ആ മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അവിടെ സൊല്യൂഷൻസ് കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അതിന്റെ ജോയിൻ ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന് താഴെ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ടു യു. ബൈ ബൈ.